ഇപ്പോൾ അജി കുഞ്ഞുമോനും ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. അജി, ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും. BJPക്കെതിരെ വലിയ ഒരു വിശാല സഖ്യം, ഒരു പ്രതിപക്ഷ സഖ്യം രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 3 കക്ഷികളാണ് CPIയും NCPയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും. ഈ 3 കക്ഷികളുടെയും ദേശീയ പദവി നഷ്ടപ്പെടുന്നതോടുകൂടി ഈ ഒരു മുന്നേറ്റത്തിനും വലിയൊരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? തീർച്ചയായും ഈ വിശാല പ്രതിപക്ഷ ഐക്യമെന്നുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. CPI ദേശീയ പാർട്ടി അല്ല എന്ന് CPIക്ക് ദേശീയ പാർട്ടി നഷ്ടമാകുന്നു, തൃണമൂൽ കോൺഗ്രസിന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നു, ഒപ്പം തന്നെ NCPക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഈ CPI, NCP, തൃണമൂൽ കോൺഗ്രസ് ഈ 3 പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമായത്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നൽകുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. കമലേഷ്, ഈ ദേശീയ പാർട്ടിക്ക് ആകാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും എന്ന 2019 ഒരു പുസ്തകമുണ്ട്. ആ പുസ്തക പ്രകാരം പറയുന്ന മാനദണ്ഡങ്ങൾ ഇവയാണ്. പ്രസ്തുത പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ 4 അതിലധികമോ സംസ്ഥാനങ്ങളിലെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ട് വിഹിതം നേടിയിരിക്കണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ 4 MP-മാർ പാർലമെന്റിൽ എത്തിയിരിക്കണം. അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിലെ ആകെ സീറ്റിന്റെ 2% നേടാനാകണമെന്നാണ് ഈ 2019 ഇറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നത്. മൂന്നാമത് പറയുന്നത് 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം നേടിയിരിക്കണം. സംസ്ഥാന പാർട്ടി ലഭിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം ഇപ്രകാരമാണ്. അതായത് ഈ പ്രസ്തുത പാർട്ടി അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം പോൾ, അതായത് ആകെ പോൾ ചെയ്തതിൻ്റെ വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. ഒപ്പം ആ സംസ്ഥാനത്ത് നിയമസഭയിൽ കുറഞ്ഞത് 2 MLA-മാരെങ്കിലും ഉണ്ടാവുകയും വേണം. ഇതാണ് ഈ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടേണ്ടത്. സംസ്ഥാനത്ത് നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 6% വോട്ട് വിഹിതവും അതേ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് ഒരു MP-യും ഉണ്ടാകണമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പ്രസ്തുത സംസ്ഥാന നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ സീറ്റിന്റെ 3% നേടുക. ഇത് ഭിന്നസംഖ്യയാണെങ്കിൽ പൂർത്തീകരിച്ച് 1 കണക്കാക്കും. അല്ലെങ്കിൽ നിയമസഭയിൽ 3 സീറ്റ് നേടുക. ഇവയിൽ ഏതാണോ കൂടുതൽ അതാകും പരിഗണിക്കുക. ഈ അവസാന ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ 25 അംഗങ്ങൾക്കും കുറഞ്ഞത് ഒരു MP എന്ന നിലയിൽ ലോക്സഭയിൽ എത്തിക്കാൻ കഴിയുക എന്നൊക്കെയാണ് ഇവരുടെ മാനദണ്ഡങ്ങളിലായി പറയുന്നത്. AAP എങ്ങനെയാണ് ദേശീയ പാർട്ടി പദവിയിൽ എത്തുന്നത് എന്നാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. ഡൽഹിയിലും പഞ്ചാബിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഈ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. ഗോവ തെരഞ്ഞെടുപ്പിൽ 6.77% വോട്ട് AAP നേടി. ഗുജറാത്തിൽ നേടിയത് ഗുജറാത്തിൽ 13% വോട്ട് നേടി സംസ്ഥാന പാർട്ടി പദവി നേടുന്നതോടെ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടെങ്കിൽ ദേശീയ പാർട്ടിയായി പരിഗണിക്കും. അങ്ങനെയാണ് ആം ആദ്മി ദേശീയ പാർട്ടിയായി വന്നതുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു പാർട്ടിക്ക് ദേശീയ പദവി ലഭിക്കുക എന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്നുള്ളതാണ് ഈ ദേശീയ പാർട്ടി പദവിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ഒരു അംഗീകാരം എന്നുള്ളത്. ഈ ദേശീയ പദവി ലഭിക്കുന്ന പാർട്ടിക്ക് ചിഹ്നം അവർക്ക് മാത്രമായി സംഭരണം ചെയ്യപ്പെടും എന്നതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം. ആദ്യമേ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയ പാർട്ടി സഖ്യം, അതായത് ദേശീയ പാർട്ടി പദവി നഷ്ടമായതോടെ വിശാല പ്രതിപക്ഷ ഐക്യം എന്നുള്ളത് അതൊരു ഭിന്ന സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്ത് പറയണം. പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അയോഗ്യത പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഐക്യം, അതായത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിപക്ഷ ഐക്യം നമ്മൾ കണ്ടതാണ് പാർലമെന്റിലടക്കം. ആ ഐക്യം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഐക്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു വിശാല സഖ്യത്തിലൂടെ നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പോയതോടുകൂടെ തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. NCPക്ക് നഷ്ടമായിട്ടുണ്ട് ദേശീയ പാർട്ടി പദവി, ഒപ്പം തന്നെ തൃണമൂലിന് നഷ്ടമായി. പ്രത്യേകിച്ച് CPIക്കും ഈ ദേശീയ പാർട്ടി പദവി നഷ്ടമായതോടുകൂടെ വലിയൊരു തിരിച്ചടി തന്നെ നേരിട്ടു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കമലേഷ്, തീർച്ചയായും അജി, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ BJPക്കെതിരായ പ്രധാനപ്പെട്ട ഒരു എതിരാളി എന്നുള്ള നിലയിലേക്ക് വളർന്നു വരാൻ ദേശീയ തലത്തിൽ ഒരു പ്രമുഖമായ പാർട്ടി അല്ലെങ്കിൽ പ്രസക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ നിൽക്കാൻ ഇനി ആം ആദ്മി പാർട്ടിക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് കാലത്തെ
പരിചയമില്ലാത്ത അല്ലെങ്കിൽ ചരിത്രമില്ലാത്ത, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാത്ത ഒരു കക്ഷിയാണ് ആം ആദ്മി പാർട്ടി. അഴിമതിക്കെതിരെ വലിയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരികയും രാജ്യം അതിനെ ആ നിലയിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും ഈ ദേശീയ പാർട്ടി പദവി കൂടി ലഭിക്കുന്നതോടുകൂടി ആം ആദ്മിക്ക് അത് വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയല്ലേ? തീർച്ചയായും ആത്മാവിയെ സംബന്ധിച്ചിടത്തോളം ആത്മാത്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെ AAP സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഈ വലിയ രീതിയിലുള്ള വോട്ട് ശതമാനത്തിൻ്റെ വർധനവ് പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി നേടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ പദവി നഷ്ടമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിഹ്നം നഷ്ടമാകും, ബൂത്തുകളിൽ അടക്കം ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെയും ഇല്ലാതാകും, ചെലവാക്കുന്ന ഫണ്ടുകളുടെ അതിനൊരു നിശ്ചിത ശതമാനം ഫണ്ടുകൾ മാത്രമേ ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ചിഹ്നം നഷ്ടമാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. കമലേഷ് സൂചിപ്പിച്ചല്ലോ, ഈ ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലും വലിയ വോട്ട് ശതമാനത്തിൽ വർധന വന്നതോടുകൂടെ തന്നെയാണ് ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും അവർക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചത്. ഈ ഗുജറാത്തിൽ മുന്നേറ്റം നടത്തിയ ഘട്ടത്തിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ആം ആദ്മിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ തന്നെ നമുക്കറിയാം അത് ദേശീയ പാർട്ടി എന്ന പദവിയിലേക്ക് ആം ആദ്മി കടക്കുമെന്ന് ഗുജറാത്തിലെ ബലത്തിലൂടെ നമുക്ക് മനസ്സിലായത്. 6.77% വോട്ട് വിഹിതമാണ് അന്ന് ആം ആദ്മി ഗുജറാത്തിൽ നേടിയത്. 13% വോട്ട് നേടി ഗുജറാത്തിൽ നേടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ CPIക്കും പ്രത്യേകിച്ച് തൃണമൂലിനും NCPക്കും ഒക്കെ ഈ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നതോടുകൂടെ തന്നെ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഈ വിശാല സഖ്യത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ഊന്നി പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അതായത് ഇതിൻ്റെ മാനദണ്ഡം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും എന്ന ഈ 2019 പുസ്തകത്തിനകത്ത് പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം, അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിലെ മൊത്തം സീറ്റിന്റെ 2% നേടാനാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ NCPക്കും തൃണമൂൽ കോൺഗ്രസിനും അത്തരത്തിൽ ഈ അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി അവർക്ക് 2% ഈ സീറ്റ് എന്നുള്ള ആ മാനദണ്ഡം അവർക്ക് നിഷ്കർഷിക്കാൻ അല്ലെങ്കിൽ ആ മാനദണ്ഡം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ ഘട്ടത്തിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം നേടിയിരിക്കണം. ഈ അവസാന കാലഘട്ടത്തിൽ ആ തൃണമൂലിന് അധികാരം പഴയ രീതിയിലുള്ള പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ തൃണമൂലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയണം. ഈ പാർട്ടിയുടെ, അതായത് നിലവിലുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ 4 അതിൽ അധികമോ സംസ്ഥാനങ്ങളിലെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മൊത്തം പോൾ ചെയ്ത്, അതായത് ആകെ പോൾ ചെയ്തതിന്റെ വോട്ടിൽ 6% വോട്ട് വിഹിതം നേടിയിരിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ 4 MP-മാർ പാർലമെന്റിൽ എത്തിയിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. പക്ഷേ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കാൻ വേണ്ടി NCPക്കും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനും CPIക്കും കഴിഞ്ഞിട്ടില്ല. അതോടുകൂടെ തന്നെയാണ് ഈ പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായിരിക്കുന്നത്. ആ ദേശീയ പാർട്ടി പദവിയിലൂടെ കമലേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശാല പ്രതിപക്ഷ ഐക്യം എന്നുള്ളത് അത് നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ പാർട്ടികൾക്കൊക്കെ ചിഹ്നം നഷ്ടമാകും. പ്രത്യേകിച്ച് CPIക്ക് ചിഹ്നം നഷ്ടമാകും, തൃണമൂൽ കോൺഗ്രസിന് ചിഹ്നം നഷ്ടമാകും, NCPക്ക് ചിഹ്നം നഷ്ടമാകുന്ന സാഹചര്യം. തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡം വരും. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലേക്കുള്ള ഒരു നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കമലേഷ്, വ്യക്തമാണ് അജി. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന 3 കക്ഷികൾക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. CPI, NCP, തൃണമൂൽ കോൺഗ്രസ് എന്നീ കക്ഷികൾക്കാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമായിരിക്കുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചത്. അജി കുഞ്ഞുമോനും കരിഷ്മ ആന്റണുമാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.